നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഉത്തർപ്രദേശിലെ മിർസാപൂർ കേന്ദ്രമാക്കി ജിമ്മുകളിൽ ലവ് ജിഹാദിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭ്യമായത്. ഇത് രാജ്യത്താകമാനം ഇപ്പോൾ നടക്കുന്നുണ്ട്. ജിമ്മുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീകളെ പാട്ടിലാക്കുന്ന ചില സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ലവ് ജിഹാദ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ചില കത്തുകൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന സൗന്ദര്യമുള്ള സ്ത്രീകളെ ജിമ്മിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഫീസ് ഇളവ് നൽകുകയും പിന്നീട് അവരുമായി ചങ്ങാത്തത്തിലാകുകയും അതിനുശേഷം ഇവരുടെ ഫോട്ടോകളൊക്കെ പല രീതിയിലുള്ള ഫോട്ടോകൾ എടുത്തതിന് ശേഷം ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഇവരെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതീവ ഗുരുതരമായിട്ടുള്ള ഇത്തരമൊരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികൾ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ശുപാർശ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ വ്യാപകമാണ് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇതിനോടകം തന്നെ കേരളത്തിൽ ലവ് ജിഹാദിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ശക്തമാണ്. ISISൻ്റെ പ്രവർത്തനം വളരെയധികം ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെൻറ്റുകൾ കേരളത്തിൽ നിന്ന് നടന്നിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെ കേരളത്തിൽ ഉണ്ട്. ISISൻ്റെ ഒരു നേതാവിനെ ഏജന്റിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പിടിയിലാക്കിയത്. മുഹമ്മദ് ആദിൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചുമതലയുള്ള ISIS പ്രവർത്തകനെയാണ് ISIS ഭീകരവാദിയെയാണ് തിരുവനന്തപുരത്ത് വെച്ച് പിടികൂടിയത്. തിരുവനന്തപുരത്ത് ഒരു അമ്മയും അച്ഛനും ചേർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇവരെ UK-യിലായിരുന്നപ്പോൾ അവരുടെ മകനെ നിർബന്ധിച്ച് ISISൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചത്. അങ്ങനെ ഭീകരവാദത്തിൻ്റെ ഒരു വലിയ സാഹചര്യം കേരളത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു അന്തരീക്ഷത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം തന്നെ ഈ മേഖലയിൽ നടക്കേണ്ടതുണ്ട്. ജിമ്മുകൾ പ്രധാനമായിട്ടും ലഹരി മരുന്നുകളുടെ ഉപഭോഗത്തിന് വളരെയധികം സാഹചര്യം ഒരുക്കുന്ന ഒരു ഇടം തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഒരേ സമയം വന്നുകൂടുന്ന ഒരു ഇടമാണ്. ഇത്തരം ഇടങ്ങളിലേക്ക് സ്ത്രീകളെ ആകർഷിച്ചു കൊണ്ടുവരികയും അവർക്ക് വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകൾ അവർക്ക് പ്രയോഗിക്കുകയും അവരെ ലവ് ജിഹാദിൻ്റെ ട്രാക്കിലാക്കി കൊണ്ടുവരികയും ചെയ്യുവാനായിട്ട് വളരെയധികം എളുപ്പവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ലവ് ജിഹാദിൻ്റെ പ്രവർത്തനങ്ങൾ ജിമ്മുകളുമായി കേന്ദ്രീകരിച്ച് മാത്രമല്ല വിദ്യാലയങ്ങളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് കോച്ചിങ് സെൻ്ററായ സഫേറിലാണ് നിമിഷ പഠിച്ചത്. അവിടെ വച്ചിട്ടാണ് അവർ ലവ് ജിഹാദിന് ഇരയായതും. കേരളത്തിലൊരു വലിയ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയം സിദ്ധിച്ച ഭീകരവാദികൾ, പതിഞ്ഞിരിക്കുന്ന ഭീകരവാദികൾ തന്നെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വളരെ വലിയ ഒരു അന്വേഷണം തന്നെ കേരളത്തിൽ നടക്കേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും നിന്നും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ, ഇത്തരത്തിലുള്ള കത്തുകൾ മനുഷ്യാവകാശ കമ്മീഷന് ലഭ്യമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആരും തന്നെ രക്ഷപ്പെടുവാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ഒരു ഭീകരവാദത്തിൻ്റെ സാഹചര്യമല്ല ഇപ്പോൾ ഭാരതത്തിലുള്ളത്. ഏതൊരു ഭീകരവാദിയും ഇവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിടിയിലാകും എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഭരണകൂടം ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.